ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. സർക്കിൾസ് ആൻഡ് ലൈൻസ്, അതായത് വൃത്തങ്ങളും വരകളും. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കോൺസെപ്റ്റൊക്കെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ആണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കോൺസെപ്റ്റും എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ ആ കോൺസെപ്റ്റ് അതിൽ അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് അപ്പോൾ നന്നായി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ഫസ്റ്റ് കോൺസെപ്റ്റ്, ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കോഡ്സ് വൃത്തത്തിനുള്ളിൽ മുറിച്ച് കടക്കുമ്പോൾ ഒരു ഞാണിൻ്റെ ഭാഗങ്ങളുടെ ഗുണനഫലവും മറ്റേ ഞാണിൻ്റെ ഭാഗങ്ങളുടെ ഗുണനഫലവും തുല്യമാണ്. എന്താ പറഞ്ഞിരിക്കണേ, ഒരു സർക്കിളിൽ രണ്ട് കോഡ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ രണ്ട് കോഡ്സ് കട്ട് ചെയ്യുമ്പോൾ മൊത്തം 4 പാർട്സ് ഉണ്ടാവും, അല്ല, ഒരു കോഡ്സിൻ്റെ 2 പാർട്സ്. ആ 2 പാർട്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റും മറ്റേ കോഡിൻ്റെ 2 പാർട്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പിക്ചർ നോക്കാം. പിക്ചർ നോക്കിയേ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ 2 കോഡ്സ് ഉണ്ട്. കോഡ്സ് ഏതൊക്കെയാണ്? എ ബി എന്നീ കോഡും സി ഡി എന്നീ കോഡും ഉണ്ട്. ഞാണുകളാണ് എ ബിയും സി ഡിയും. ഞാണുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യോജിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതാണ് വൃത്തത്തിൻ്റെ ഞാൺ അഥവാ കോഡ്. അപ്പോൾ ഇവിടുത്തെ കോഡുകൾ എ ബി സി ഡി. ഈ എ ബി സി ഡി എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ചിട്ട് കട്ടാവാണ്, അല്ലേ? എ ബി സി ഡീനെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ സി ഡി എ ബീനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ മുറിക്കുകയാണ്. ഇവിടെ പി എന്നൊരു പോയിന്റിൽ വെച്ചിട്ട് ഇത് മുറിയാണ്. അപ്പോൾ ഇത് മുറിയുമ്പോൾ ഇതിങ്ങനെ 2 പാർട്ടായിട്ടാണ് മുറിയണത്. എ ബി എന്നുള്ളത് എ പി എന്നൊരു ഭാഗവും പി ബി എന്നൊരു ഭാഗമായിട്ട് മുറിയും. സി ഡി എന്നുള്ളത് സി പി എന്നൊരു ഭാഗവും പി ഡി എന്നൊരു ഭാഗമായിട്ട് മുറിയണം. ഇനി എ പിയുടെ നീളം എ ആണെന്ന് വിചാരിക്കുക, പി ബിയുടെ നീളം ബി ആണ്. അങ്ങനെയാണെങ്കിൽ കോഡ് എ ബിയുടെ നീളം എന്താ? എ പ്ലസ് ബി, അല്ലേ? അതിപ്പോൾ ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സി ഡിയുടെ നീളം സി പിയുടെ നീളം സി എന്ന് എടുക്കുക, പി ഡിയുടെ നീളം സ്മോൾ ലെറ്റർ ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോഡ് സി ഡിയുടെ നീളം സി പ്ലസ് ഡി ആണ്. അപ്പോൾ എ ബിനെ എ ലെങ്ത്തും ബി ലെങ്ത്തും ആയിട്ട് 2 ഭാഗമായിട്ട് മുറിഞ്ഞു. സി ഡി സി ലെങ്ത്തും ഡി ലെങ്ത്തും ആയിട്ടുള്ള 2 ഭാഗമായിട്ട് മുറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ 2 പാർട്ട് എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ സി ഡിയുടെ സി ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാലും പ്രൊഡക്റ്റ് ഗുണനഫലം എന്തായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഒരു സർക്കിള് 2 കോഡ്സ്, 2 ഞാൺ, അത് പരസ്പരം മുറിക്കുകയാണ്. മുറിക്കുമ്പോൾ മൊത്തം 4 പീസ്. ഒരു ഞാണിന് 2 പീസായി, അടുത്ത ഞാണും 2 പീസ്. ഒരു ഞാണിൻ്റെ 2 പീസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണനഫലവും മറ്റേ ഞാണിൻ്റെ 2 പീസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണനഫലവും രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? എ ബി ഇൻറ്റു സി ഡി, അത്രേ ഉള്ളൂ. കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വിശദീകരിക്കാത്ത, പിന്നെ അത്യാവശ്യമുള്ള കോൺസെപ്റ്റ് മാത്രമേ ഞാൻ പറയണുള്ളൂ. ടെക്സ്റ്റിലെ പോലെ എല്ലാം വിശദീകരിച്ച് ഞാൻ പറയണില്ല. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അതാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത കോൺസെപ്റ്റ്, ഒരു വൃത്തത്തിലെ ഒരു വ്യാസത്തെ അതിനു ലംബമായ ഞാൺ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാണിൻ്റെ പകുതിയുടെ വർഗമാണ്. ഒരു സർക്കിളിൻ്റെ ഒരു ഡയമീറ്ററിനെ പെർപെൻഡിക്കുലറായിട്ടൊരു കോഡ് ഇങ്ങനെ കട്ട് ചെയ്യാണ്. മനസ്സിലായോ? ഒരു സർക്കിള്, അതിനൊരു ഡയമീറ്റർ, ആ ഡയമീറ്ററിനെ പെർപെൻഡിക്കുലറായിട്ടുള്ളൊരു കോഡ് കട്ട് ചെയ്യുമ്പോൾ ഈ ഞാൻ മുറിക്കുന്ന ഈ ഭാഗം, അതായത് ഈ ഡയമീറ്ററിനെ മുറിക്കണ ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ, ഡയമീറ്റർ ഈ കോഡ് മുറിക്കുകയാണ്. അപ്പോൾ ആ ഡയമീറ്ററിൻ്റെ 2 പാർട്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയണത് ഈ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയറാണ്. ഒന്നും മനസ്സിലായി കാണില്ല. നമുക്ക് പിക്ചർ നോക്കാം. പിക്ചർ നോക്കിയാൽ അത്രേ ഉള്ളൂ സംഭവം. ഒരു സർക്കിള്, ഡയമീറ്റർ എന്താ? എ ബി, അതായത് വ്യാസം എന്താ? ഇവിടുത്തെ എ ബി ആണ്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, സി ഡി എന്ന് പറഞ്ഞ ഞാൻ.
സി ഡിക്ക് എന്താ പ്രത്യേകത? ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെയും വരയ്ക്കാം. പക്ഷേ ഈ ഞാണിൻ്റെ പ്രത്യേകത എന്താ? ഈ ഞാണെന്ന് പറയുന്നത് ഈ എ ബി എന്ന ഈ ഡയമീറ്റർ വ്യാസത്തിൻ്റെ ലംബമായിട്ട് വരച്ചിരിക്കുകയാണ് അല്ലേ. ഇവിടെ 90 ഡിഗ്രിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കറക്റ്റ് കുത്തനെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ സി ഡി എന്ന ഞാൻ എ ബിയുടെ പെർപെൻഡിക്കുലർ ലൈനായിട്ടാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ ബിനെ ഈ ഞാൻ എന്താക്കി? പീസാക്കി, 2 പീസാക്കിയിട്ടുണ്ട്. ഒന്ന് എ, ഒന്ന് ബി ലെങ്ത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഈ സി ഡിയുടെ ലെങ്ത്തിൻ്റെ ഹാഫിൻ്റെ സ്ക്വയറാണ്. ഇനി ഈ സി ഡിയുടെ പ്രത്യേകത നോക്കിയേ. ഒരു ഞാൻ ഒരു ഡയമീറ്ററിനെ ഒരു പെർപെൻഡിക്കുലർലി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഞാൻ ഈക്വലി ഡിവൈഡഡ് ആവും അല്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ എ ബി എന്ന ഡയമീറ്ററിനെ സി ഡി എന്ന പെർപെൻഡിക്കുലർ കോഡ് കട്ട് ചെയ്യുമ്പോൾ ഈ സി ഡി എങ്ങനെയാണ് കട്ടാവണത്? ഈക്വലിയാണ്. ഇവിടെ പി എന്ന പോയിന്റിൽ വെച്ചാണ് കട്ടാവുന്നത്. അപ്പോൾ സി പി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ സി എടുത്താൽ പി ഡി എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? സി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഒരു ലെങ്ത്ത്, ഇവിടെ ഒരു കോഡ് വരച്ചാലും ഈ കോഡിൻ്റെ പകുതി ആയിരിക്കും ഈ ഡയമീറ്ററിന് മുകളിലേക്ക്, ഈ കോഡിൻ്റെ പകുതി ആയിരിക്കും ഡയമീറ്ററിൻ്റെ താഴേക്കുള്ള നീളം. മനസ്സിലായോ? അപ്പോൾ ഈ ഞാണിൻ്റെ പകുതിയുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിയുടെ സ്ക്വയർ, സി സ്ക്വയർ. മനസ്സിലായോ? ഞാണിൻ്റെ നീളം എന്താണ്? ഇവിടം വരെ സി, ഇവിടം വരെയും സി തന്നെ. അപ്പോൾ സി പ്ലസ് സി, ഞാണിൻ്റെ നീളം 2c ആണ്. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കണേക്കാളും മുന്നേ നമ്മൾ ഫസ്റ്റ് പഠിച്ച കോൺസെപ്റ്റ് ഒന്നും കൂടെ ഓർക്കാം. എന്താണ്? 2 കോഡ്സ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പാർട്സ്, അതായത് ഈ എ ഇൻറ്റു ബി എന്ന് പറയണത് മറ്റേ ഞാണിൻ്റെ 2 ഭാഗങ്ങളുടെ ഗുണനഫലം തന്നെയായിരിക്കും. അതായത് എ ബി തന്നെയാണ് ഇത് സി ഡി എന്ന് പറയണത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റ് നോക്കിയേ. ഒരു വൃത്തത്തിലെ 2 ഞാണുകൾ മുറിച്ച് കടക്കുമ്പോൾ 2 ഞാണുകളുടെയും ഭാഗങ്ങൾ വശങ്ങളായ ചതുരങ്ങൾക്ക് ഒരേ പരപ്പളവ്. അതായത് ഒരു സർക്കിളിൽ 2 കോഡ്സ് മുറിച്ച് കടക്കാണ്. അപ്പോൾ ആ കോഡ്സിൻ്റെ പാർട്സുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ എ ബി എന്ന ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? എയും ബിയും. സി ഡിയുടെ പാർട്സ് സിയും ഡിയും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? എ ഇൻറ്റു ബി ഈക്വൽ ടു സി ഇൻറ്റു ഡി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഞാണുകളുടെ ഈ ഭാഗങ്ങൾ വശങ്ങളായ ചതുരങ്ങൾ, അതായത് ഇവിടെ ഒരു ചതുരം ഉണ്ടാക്കുകയാണ്. ഈ കോഡിൻ്റെ ഈ എ എന്ന ഇത് ലെങ്ത്തായിട്ടും ഈ ബി എന്നത് എന്ത് ഹൈറ്റായിട്ട് അല്ലെങ്കിൽ ബ്രെഡ്ത്തായിട്ട് എടുത്തിട്ടൊരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം വരയ്ക്കുകയാണ്. മനസ്സിലായില്ല? ഈ ഞാണിൻ്റെ ഈ എ എന്ന ലെങ്ത്തും ബാക്കി ഭാഗം ഏതാ? ബി, അത് എന്താ വീതിയായിട്ടും എ നീളമായിട്ടൊരു ചതുരം എടുക്കുകയാണ്. അപ്പോൾ ആ ചതുരത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? എ ഇൻറ്റു ബി അല്ലേ, എ ബി. ഇനി അടുത്ത കൂടെ ഏതാ? സി ഡി. സി ഡിയുടെ സി എന്ന ഒരു ലെങ്ത്തും ഡി എന്ന വേറെ ലെങ്ത്തും. സി ഡിയുടെ ലെങ്ത്തുകൾ ഏതൊക്കെയാണ്? പാർട്സ് ഏതൊക്കെയാണ്? സിയും ഡിയും ലെങ്ത്തുള്ള 2 ഭാഗങ്ങൾ. അതിലെ സി എന്ന ഇത് നീളമായിട്ടും ഡി എന്നത് വീതി ആയിട്ടും ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് സി ഇൻറ്റു ഡി, സി ഡി അല്ലേ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? എ ഇൻറ്റു ബി അഥവാ എ ബി. നമ്മൾ പഠിച്ചു എന്താ? എ ഇൻറ്റു ബി ഈക്വൽ ടു സി ഇൻറ്റു ഡി. അതെപ്പോഴാണ് പഠിച്ചത്? അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. എന്താ? 2 കോഡ്സ് പരസ്പരം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ പാർട്സുകൾ തമ്മിൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ പ്രൊഡക്റ്റ് ഈക്വൽ ആയിരിക്കും, ഗുണനഫലം തുല്യമായിരിക്കും. എ ബി ഈക്വൽ ടു സി ഡി. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താ? എ ബി എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏരിയയും എന്ത് തന്നെയാണെന്ന് അറിയാം, നമുക്ക് തുല്യമാണെന്ന് പറയാം. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ ഞാണുകളുടെ പാർട്സാണ് ഇതിൻ്റെ അളവ്. ഇനി നമുക്ക് ഈ കോൺസെപ്റ്റ്സ് പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആയിട്ടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ സെയിം പരപ്പളവുള്ള, സെയിം ഏരിയ ഉള്ള വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. പക്ഷെ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ 5 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? ഒരു റെക്റ്റാങ്കിൾ
സൈഡുകൾ 4ഉം 3യും ആയിട്ടുള്ളത്. സെയിം ഏരിയ ഉള്ള വേറൊരു റെക്റ്റാങ്കിൾ ഒരു സൈഡ് മാത്രം തന്നിട്ടുള്ളൂ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെയെന്ന് വെച്ചാൽ ഒരു 7 സെൻറ്റിമീറ്റർ, 4 + 3 എത്രയാണ് 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിലൊരു ലൈൻ വരച്ചു. അതിൽ 4 സെൻറ്റിമീറ്റർ കൂടെ അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് എത്രയായി? ഇത് 4 ആയി, ഇത് 3 ആയി. ഇനി നമുക്കറിയണം വേറൊരു ഇതുണ്ട്, എന്താണ്? ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ. അതിന് മുന്നേ നമുക്ക് ഇവിടെ എന്ത് വരയ്ക്കാം? ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം 4 സെൻറ്റിമീറ്റർ. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും തന്നെ എടുത്തിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ ഈ സൈഡിൽ വരച്ചു കൊടുക്കുക. ത്രീ സെൻറ്റിമീറ്റർ വരച്ചു. ഇനി അങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചു. 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഈ ഒരു ലൈൻ ഈ പോയിന്റിൽ നിന്ന് നമുക്കറിയാം ഒരെണ്ണം 4 സെൻറ്റിമീറ്ററും ഒരെണ്ണം 3 സെൻറ്റിമീറ്ററും. അടുത്തത് നമുക്കറിയണം ലെങ്ത്ത് എത്രയാണ്? 5 ആണ്. അപ്പോൾ ഈ കോഡ് ഓക്കെ ആയി, 4ഉം 3യും ആയിട്ട് ഭാഗിച്ചു. ഇനി ഈ ഒരു കോഡിൻ്റെ ലെങ്ത്ത് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയുള്ള ഈ ഭാഗം 5 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു വരച്ചു. ഇപ്പോൾ ഇതെന്തായി? ഇത് 5 സെൻറ്റിമീറ്റർ ആയി. മനസ്സിലായല്ലോ? ഈ ഒരു കോഡ് 4ഉം 3യും ആയി, ഈ ഒരു കോഡ് 5ഉം. പിന്നെ നമുക്കറിയില്ല ഈ ലെങ്ത്ത് നമുക്കിനി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കിയേ. ഇപ്പോൾ നമുക്ക് 3 പോയിൻറ്റുകൾ കിട്ടി അല്ലേ? ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്. ഇത് രണ്ടും എന്ത് പോയിൻ്റാണ്? ഇത് രണ്ടും ഈ കോഡിൻ്റെ 2 എൻ പോയിൻറ്റ്സ് ആണ്. അതായത് സർക്കിളിലുള്ള 2 പോയിൻറ്റ്സ്. ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഈ കോഡ് ഉണ്ടായത്. ഇനി അടുത്തത് സർക്കിളിൽ ഒരു പോയിൻ്റ് ഉണ്ട്. ഇനി ഈ പോയിൻ്റ് അടുത്തത് ഏത് പോയിൻ്റായിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഈ 3 പോയിൻറ്റിൽ കൂടെ പോണ ഒരു സർക്കിൾ വരയ്ക്കാം. ഈ 3 പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യണ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ പോയിൻ്റ്, ഈ കോഡ് ആ സർക്കിളായിട്ട് മുട്ടണ പോയിൻ്റ് ഏതാത് 4ാമത്തെ പോയിൻ്റായിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ഈ പോയിൻ്റിൽ കൂടെ പോണ സർക്കിൾ എങ്ങനെ നമ്മൾ വരയ്ക്കും? അതായത് 3 പോയിൻ്റ് തന്നതിന് എങ്ങനെ സർക്കിൾ വരയ്ക്കും? ഈ 2 സൈഡ് എടുക്കുക. ഈ 2 സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി ഈ സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഈ 2 ബൈസെക്ടേഴ്സും കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റ് കണ്ട, ഈ പോയിൻ്റിൽ കൂടെ ഈ 3 ബിന്ദുക്കൾ ഏതൊക്കെയാ? ഇത് ഈ 3 ബിന്ദുക്കൾ കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സർക്കിൾ വരയ്ക്കാം. സർക്കിൾ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇതൊരു ഞാൻ, ഇതൊരു ഞാൻ അല്ലേ? അപ്പോൾ ഈ ഞാണിൻ്റെ നീളം 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, 4ഉം 3യും. ഈ ഞാൻ എങ്ങനെ 5ഉം പിന്നെ ഈ ഒരു ലെങ്ത്തും കിട്ടി. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4ഉം ഈ 3യും എടുത്തിട്ടാണ് റെക്റ്റാങ്കിൾ വരച്ചത്. അപ്പോൾ ഇത് ഏരിയ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതേ ഏരിയ ആയിരിക്കും ഈ സൈഡും ഈ ഞാണിൻ്റെ ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം എങ്ങനെയാണ്? ഈ ഞാണിൻ്റെ ഇതേ AB × CD
അല്ല സോറി എ ബി ഈക്വൽ ടു സി ഡി. അപ്പോൾ ഇവിടെ എ ബി എത്രയാണ്? 12 ആണ്. അത്രയും തന്നെയായിരിക്കും എന്ത്? സി ഇൻറ്റു ഡി. അപ്പോൾ നമുക്കിവിടെ ഡി ആണ് അറിയാത്തത്. ആ ഡീനെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാ ഡി എന്ന് പറയുന്നത്? എത്ര ഡിസ്റ്റൻസാണ്? ദാ ഇത്രയും ഡിസ്റ്റൻസാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെയും എടുക്കാം. ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കാം. ഇവിടെ അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെയും ഇത് എത്ര തന്നെയായിരിക്കും? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. പേജ് നമ്പർ 216 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവും നീളം 6 സെൻറ്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്ത് വരയ്ക്കണം? 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ ഉയരം അഥവാ വീതി ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ കിട്ടുന്ന വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. പക്ഷേ ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. മനസ്സിലായ ക്വസ്റ്റ്യൻ? ലെങ്ത്ത് 5ഉം ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആയ റെക്റ്റാങ്കിൾ വരച്ച് ഈ റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. പക്ഷേ ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ നമുക്കിപ്പോൾ തന്നെ കാണാമല്ലോ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു 4 ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ് ഈ 5 ഇൻറ്റു 4 ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു കോഡും 6 ഇൻറ്റു വേറെ ഏതോ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കോഡും എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ ഒരു 2 റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കിയാൽ അതിന് രണ്ടിനും എങ്ങനെയായിരിക്കും? സെയിം ഏരിയ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരയ്ക്കേണ്ടത് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വീതിയുള്ള ഉയരമുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇനി 4 സെൻറ്റിമീറ്റർ എടുക്കാം. റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ വേറൊരു റെക്റ്റാങ്കിൾ വേണം. അതിൻ്റെയും ഏരിയ എത്ര തന്നെയായിരിക്കണം? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. പക്ഷേ ഒരു ലെങ്ത്ത് എന്തായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഇങ്ങോട്ടേക്ക് നീട്ടിയിട്ട് ഇവിടെ നമ്മൾ എത്ര എടുത്തത്? 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ അത് തന്നെ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അതായത് ഇവിടെ 5 ഉണ്ട്, ഇവിടെ 4. അപ്പോൾ മൊത്തം 9 ആയിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ ഓൾറെഡി 5 സെൻറ്റിമീറ്റർ ഉണ്ട്, അതിനിങ്ങനെ 4 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തു. അപ്പോൾ ഇതെത്രയാണ്? ഇത് മൊത്തം 9 സെൻറ്റിമീറ്റർ ആയി. ഇനി നമുക്ക് വേണ്ടത് ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനാണ്. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിലൊരു ലൈൻ വരയ്ക്കാം. കണ്ട 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 3 പോയിൻറ്റുകൾ. അപ്പോൾ ഇതൊക്കെ എത്ര സെൻറ്റിമീറ്റർ ഇതാണ്? ഇത് 5 ആണ്, ഇതെത്രയാ? 4 ആണ്, ഇതെത്ര? 6 ആണ്. ഇനി ഈ പോയിൻറ്റും
ഈ പോയിൻറ്റും കൂടി കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് കിട്ടണം. ആ സർക്കിൾ എങ്ങനെ കിട്ടും? 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ 3 പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യണ ഒരു സർക്കിൾ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാം? ഈ വശത്തിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ലംബ സമഭാജി വരച്ചിട്ട് ഈ 2 ലംബ സമഭാജികളും കൂട്ടിമുട്ടുന്ന ബിന്ദു ആയിരിക്കും ആ സർക്കിളിൻ്റെ സെൻറ്റർ. മനസ്സിലാവണ്ട? അതായത് നമ്മളിവിടെ നിന്ന് ഈ ലൈനിൻ്റെ ഈ 2 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഈ ലൈൻ വരച്ച്, ഈ 2 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഈ ലൈനും വരച്ച്, ഈ 2 ലൈനിൻ്റെയും എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി വരയ്ക്കുക. എന്താ? പകുതിയിൽ കൂടുതൽ നീളം എടുക്കുക, ആർക്ക് വരയ്ക്കുക, 2 വശത്തും മുകളിലും താഴെ ആർക്ക് വരയ്ക്കുക, ശേഷം ഇവിടെ നിന്നും ആർക്ക് വരയ്ക്കുക. ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന ലൈൻ വരയ്ക്കുക. ഇത് ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇനി അടുത്ത സൈഡിനും എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇനി ഇവ തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ 2 സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് കണ്ടുല്ലോ. ഈ പോയിൻ്റാണ് ആ സെൻറ്ററിൻ്റെ ആ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്റർ വെച്ചിട്ട് നമുക്ക് ഈ എല്ലാ പോയിൻറ്റിൽ കൂടിയും കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കണം. സർക്കിൾ കിട്ടിയില്ലോ. അപ്പോൾ ഈ സർക്കിളിൻ്റെ 2 കോഡ് കിട്ടി അല്ലേ? ഈ സർക്കിളിൻ്റെ 2 കോഡ്. ഇപ്പോൾ ഇത് നോക്കിയേ, ഇത് AB എടുത്തു. ഇതിൻ്റെ ഇത് 5 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇവിടം വരെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 × 4 വെച്ചിട്ടുള്ളൊരു എന്ത് കിട്ടി? ചതുരം കിട്ടി. ഇനി ഇതേ 5 × 4 ആയിരിക്കും ഇതേതാ? ഇത് വേറൊരു അഥവാ വേറൊരു കോഡാണ്. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? സിയും ഡിയും ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം എന്ത്? സി ആണെങ്കിൽ ഈ ഭാഗം സ്മോൾ ലെറ്റർ ഡി ആണെങ്കിൽ 5 × 4 20 തന്നെയായിരിക്കും ഈ 2 ഞാണുകളുടെയും ഗുണനഫലം അല്ലേ? അതല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇനി വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കണം? ഇതിൻ്റെ ഏരിയ തന്നെ ഈ 20 cm² തന്നെ വേണം. പക്ഷെ ഒരു സൈഡ് എത്രയായിരിക്കണം? 6 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 6 ഈ 5 × 4 തന്നെയായിരിക്കും ഈ 6 × ഈ ഭാഗവും അല്ലേ? അപ്പോൾ 6 × ഈ സെയിം ലെങ്ത് ആയിരിക്കും നമുക്ക് വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ അടുത്ത ലെങ്ത്ത്. മനസ്സിലായോ? അതായത് ഇവിടം വരെയാണ് ആ ലെങ്ത്ത്. അതായത് ഈ CD എന്ന ഞാണിനെ 6 × എത്രയോ ഒരു നമ്പറുണ്ട്. ആ നമ്പർ എത്രയാ അല്ലെങ്കിൽ ഈ ഒരു നീളം എത്രയാണെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ സർക്കിൾ വരച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? ഇവിടെ നിന്ന് ഇതേ അളവിൽ ഒരു ആർക്ക് വരയ്ക്കാം. ഇവിടെ എന്ത് വരയ്ക്കാം? ആർക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ഇവ തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു ഏരിയയും ഈ ഏരിയയും എന്തായിരിക്കും? സെയിം ആയിരിക്കും
അപ്പോൾ ഇതും എത്ര തന്നെയായിരിക്കും? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായല്ലോ എങ്ങനെയാണ് വരയ്ക്കണേന്ന്? ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്തേ? ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ശരിക്കും നിങ്ങളിത് വരയ്ക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ എന്ത് വരയ്ക്കുക? 9 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ, അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്ററും ഇവിടെ 4 സെൻറ്റിമീറ്ററും. അപ്പോൾ 5ഉം 4ഉം കൂടി കൂട്ടി 9 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിന് ശേഷം ഇവിടെ ഈ റെക്റ്റാങ്കിൾ 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ചതുരം വരയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് വരയ്ക്കുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ നീളം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഈ നീളം നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഓൾറെഡി നമ്മൾ എന്തുണ്ട്? റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ നമുക്ക് അറിയണ ഒരു കാര്യമുണ്ട്. എന്ത്? ഈ വൃത്തത്തിലെ 2 ഞാണുകൾ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം തുല്യമായിരിക്കും. അതായത് ഈ AB എന്ന ഞാണ് 5x4 ആണെങ്കിൽ CD എന്ന ഞാണും എന്ത് തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും. അപ്പോൾ 6 എത്രയോ ആണ് 20 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 3 ബിന്ദുക്കളിൽ കൂടെ കടന്നു പോകുന്ന ഇതൊക്കെ ഞാണുകളാണല്ലേ. ഞാണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും സിയും ഡിയും ഒക്കെ ഈ ബിന്ദുക്കൾ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അപ്പോൾ നമുക്ക് സി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. കാരണം ഈ ഞാണിൻ്റെ നീളം നമുക്ക് അറിയില്ല. ഒരു ഭാഗം മാത്രമേ അറിയുള്ളൂ, 6. അപ്പോൾ സി അടുത്ത ഭാഗം എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് സി അറിയില്ല. ബാക്കി 3 ബിന്ദുക്കൾ അറിയാലോ. ഒരെണ്ണം 5 സെൻറ്റിമീറ്റർ ആണ്. ഒരെണ്ണം ഇവിടെ നിന്ന് അടുത്ത ഭാഗം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. പിന്നെ അടുത്തത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ 3 ബിന്ദുക്കൾ കൂടിച്ചേരണ ഈ 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ എന്ത് ചെയ്യണം? 2 സൈഡുകൾ 3 ബിന്ദുക്കൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 സൈഡുകൾ കിട്ടും. ഈ 2 സൈഡുകളുടെ പെർപെൻഡിക്കുലർ ലംബ സമഭാജികൾ വരച്ച് അവ കൂടിച്ചേരുന്നതായിരിക്കും ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം. ഇത് കേന്ദ്രമാക്കിയിട്ട് ഈ ബിന്ദുക്കളിൽ കൂടി അങ്ങ് വരയ്ക്കുമ്പോൾ നമുക്ക് 4ാമത്തെ ബിന്ദുവും കിട്ടും. അപ്പോൾ ഇതാണ് ആ ഞാൻ, CD എന്ന ഈ ഞാൻ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് പുതിയ ചതുരത്തിൻ്റെ വീതി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണ പ്രോബ്ലം കൂടി നോക്കാം. ഈ പ്രോബ്ലം നോക്കിയേ, ഈ കോൺസെപ്റ്റ് നോക്കിയേ. ഇതൊരു AB എന്ന വ്യാസത്തിന് ലംബമായിട്ടുള്ള ഞാൻ CD. അപ്പോൾ ഈ CD ABനെ AB എന്ന 2 ഇതായിട്ട് ഭാഗിക്കുന്നുണ്ട്. അപ്പോൾ A×B എന്ന് പറയണത് ഈ ഞാണിൻ്റെ പകുതിയുടെ സ്ക്വയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ മനസ്സിലാക്കാം? ഇവിടെ A×B എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ലെങ്ത്തും ഈ ഒരു ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ഈ 2 ലെങ്ത്തുകൾ വെച്ചിട്ടുള്ളൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. ഇനി ഇതേ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നു കഴിഞ്ഞാൽ അതേ ഏരിയ ഉള്ളൊരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടിയാൽ മതി അല്ലേ? ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ കോഡിൻ്റെ ഈ ഒരു ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ A×B അത്രയും തന്നെയായിരിക്കും C×C. അപ്പോൾ ഇത് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ AB = C². അപ്പോൾ സ്ക്വയറിൻ്റെ ഈ ലെങ്ത്ത് കിട്ടാൻ ഈ കോഡിൻ്റെ ഈ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സെയിം റെക്റ്റാങ്കിളിൻ്റെ സെയിം പരപ്പളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ വരയ്ക്കാൻ ഏത് കോൺസെപ്റ്റാണ് ഉപയോഗിക്കേണ്ടത്? പെർപെൻഡിക്കുലറായിട്ട് വരുന്ന കോഡും ഡയമീറ്ററും തമ്മിലുള്ള ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. കോഡിൻ്റെ പകുതിയുടെ സ്ക്വയറാണ് ഡയമീറ്ററിൻ്റെ 2 പാർട്ടിൻ്റെയും പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പറഞ്ഞ റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പോൾ എപ്പോഴും ഈ 5ഉം 4ഉം, അപ്പോൾ 9 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ളൊരു ലൈൻ വരയ്ക്കാം. ഇനി ഇവിടെ 5 സെൻറ്റിമീറ്ററിൽ ഇവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഡയമീറ്റർ. വരയ്ക്കുമ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റൊക്കെ മനസ്സിൽ കാണണം. ഇത് വെച്ചിട്ടാണ്, ഇത് അപ്ലൈ ചെയ്താണ് നമ്മൾ ഈ വരയ്ക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയമീറ്ററായിട്ട് വരുന്നത്. ഡയമീറ്ററിനെ ഭാഗിച്ചിരിക്കുന്ന Aയും Bയും ആണിത് 5ഉം 4ഉം. അത്ര മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ എത്ര സെൻറ്റിമീറ്റർ ആണിത്? 4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, ഉയരം 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്.
റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ള വരയ്ക്കൽ. അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വരയ്ക്കാം. ഇനി അതുപോലെ 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരച്ചു. ഇനി ഇതെന്താ, ഇത് 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ റെക്റ്റാങ്കിൾ കിട്ടി. ഇതിൻ്റെ ഇതെത്രയാ, 20 സെൻറ്റിമീറ്റർ സ്ക്വയറായിട്ട് ഏരിയ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഇതിനെ വ്യാസമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഡയമീറ്ററായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന കോഡിൻ്റെ പകുതിയുടെ സ്ക്വയറും ഈ രണ്ടും തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 20യും സെയിം ആയിരിക്കും. അതറിയാലോ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഡയമീറ്ററാണ്, അതായത് സർക്കിളിൻ്റെ സെൻറ്റർ എന്തായിരിക്കും, സർക്കിളിൻ്റെ സെൻറ്റർ ഈ ഡയമീറ്ററിൻ്റെ പകുതിയുടെ അവിടെ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് 9 ആണ് എന്നുണ്ടെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയായിട്ട് വരും, 4.5 ഇവിടെയായിട്ട് വരും. അപ്പോൾ ഈ 4.5 വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇനി നമുക്ക് ഈ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഡയമീറ്ററിനെ നമ്മൾ ഇവിടെ 5ഉം 4ഉം ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ തന്നെ അടുത്ത കോഡാക്കാം. ഈ കോഡ് എങ്ങനെയാണ്, ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, പെർപെൻഡിക്കുലർലി ഉള്ള ലൈനായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഏത്, AB എന്ന ഡയമീറ്റർ, ഇതാണ് CD എന്ന കോഡ്. അപ്പോൾ ഇതിലെ ഈ ലെങ്ത്താണ് എന്ത്, സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത്. മനസ്സിലായോ? അപ്പോൾ ഇത് 5 × 4 20 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള റെക്റ്റാങ്കിളാണ്. ഇതേ ഏരിയ കിട്ടുന്ന സ്ക്വയർ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് നമുക്ക് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടണം. അപ്പോൾ 5 × 4 തന്നെയായിരിക്കും എന്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഞാണിൻ്റെ പകുതിയുടെ സ്ക്വയർ എന്ന് പറയണത്. അപ്പം ഞാണിൻ്റെ പകുതിയുടെ സ്ക്വയർ എന്ന് പറയണത് 20 ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ത് തന്നെയായിരിക്കും, 20 ആയിരിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെ ലെങ്ത്ത് എത്രയാ, ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത്താണ് സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത്. മനസ്സിലായല്ലോ? ഈ ഒരു ലെങ്ത്ത്, അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു വര, ഇവിടെ നിന്ന് എടുത്താൽ ഇതാണ് എന്ത്, സ്ക്വയർ. എത്ര ഏരിയ ഉള്ളത്, 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സമചതുരം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ, എനിക്ക് അറിഞ്ഞുകൂടാ. സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാൻ ഉള്ള എളുപ്പവഴി എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ ലെങ്ത്തും ബ്രെഡ്ത്തിലും നീളത്തിലൊരു വര വരയ്ക്കുക. അതിനെ എന്തായിട്ട് വിചാരിക്കുക, അത് വിചാരിക്കല്ല, അതാണ് വ്യാസം. ആ വ്യാസത്തിൻ്റെ നടുക്ക് കൂടെ മധ്യബിന്ദു വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇനി ആ സർക്കിളിൽ കൂടെ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്.
ആ റെക്റ്റാങ്കിളിന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പെർപെൻഡിക്കുലർ ലൈനാക്കി വരച്ചിട്ട് അതെന്താക്കാം, ഈ ഡയമീറ്ററിൻ്റെ കോഡാക്കി എടുക്കാം. പെർപെൻഡിക്കുലർ കോഡാണ്. അപ്പോൾ ഈ കോഡിൻ്റെ പകുതിയാണ് എന്ത്, സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഈ സൈഡിൻ്റെ സ്ക്വയർ അല്ല, ഈ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഈ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുന്നതും ഈ ഡയമീറ്ററിൻ്റെ ഈ രണ്ട് പാർട്ടിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റും രണ്ടും സെയിമാണ്. മനസ്സിലായ? പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യേ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പോൾ പരപ്പളവ് മാത്രമേ തന്നിട്ടുള്ളൂ. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കെടുക്കാം. അപ്പോൾ 15 കിട്ടണമെന്നുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായിരിക്കും? ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്തായിരിക്കും? 3 അല്ലേ? 5 × 3 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ചതുരം വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? സമചതുരം വരയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 5 + 3 എത്രയാ? 8. അപ്പോൾ 8 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇതിൽ 5 സെൻറ്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതെത്രയാ? ഇത് 5, ഇത് 3 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഈ 5 3യും കൂടിയ 8 സെൻറ്റിമീറ്റർ ലൈനാണ് എന്ത്? സർക്കിളിൻ്റെ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് കാണാനായിട്ട് എന്ത് ചെയ്യണം? മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതാണ് സെൻറ്ററായിട്ട് എടുക്കേണ്ടത്. ഇതാണ് 4 സെൻറ്റിമീറ്ററിലുള്ള ആ സെൻറ്റർ. അപ്പോൾ ആ സെൻറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിൾ വരയ്ക്കാം. ഇതാണ് സെൻറ്റർ. ഈ സെൻറ്റർ എടുത്തിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ലെങ്ത്ത് 5ഉം ബ്രെഡ്ത്ത് 3ഉം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ ആ ഡയമീറ്റർ 8 ആയതുകൊണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും? ഈ 4 സെൻറ്റിമീറ്റർ ആ പോയിൻ്റിൽ വെച്ചിട്ട് സർക്കിൾ നമ്മൾ വരച്ചു. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഡയമീറ്ററിനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കോഡ് ഇങ്ങനെ കട്ട് ചെയ്യാണ്. 5ഉം 3ഉം ആയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തിയതാണ്. ഇതാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു കോഡ് പെർപെൻഡിക്കുലറായിട്ട് ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലറായിട്ട് ഈ കോഡ് ഈ ഡയമീറ്ററിനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഡയമീറ്ററിൻ്റെ ഈ 5 × 3 ആയിരിക്കും ഈ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ കോഡിൻ്റെ ഈ ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്തും എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോണ സ്ക്വയറിൻ്റെ സൈഡ്. മനസ്സിലായ? അപ്പോൾ ഈ സൈഡ് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇനി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നമുക്ക് സൈഡ് മാർക്ക് വരച്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം ഈ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് എന്താണ്? ഈ ഡയമീറ്ററിനെ പെർപെൻഡിക്കുലർലി കട്ട് ചെയ്ത് പോണ ഒരു കോഡിൻ്റെ പകുതി ആണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? സ്ക്വയറിൻ്റെ ഒരു സൈഡായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 × 3 15 ആണെങ്കിൽ ഈ കോഡിൻ്റെ പകുതിയുടെ സ്ക്വയർ, അതായത് ഈ സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? 15. അപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു സമചതുരം നമുക്ക് കിട്ടി.